സോ അപ്പോൾ നമ്മുടെ നോൺ ലീനിയർ ഒപ്റ്റിക്സിനെ കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിരുന്നത്. ദെൻ അതിലുള്ള ഫോക്കൽസ് എഫക്റ്റും ഹെർ എഫക്റ്റും ഈ രണ്ട് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഫക്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. ദെൻ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കൂടിയാണ് സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, ലൈറ്റ് ചില മെറ്റീരിയൽസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ നോൺ ലീനിയർ പ്രോപ്പർട്ടി വെച്ചിട്ട്, അല്ലെങ്കിൽ അതിന്റെ നോൺ ലീനിയർ പ്രോപ്പർട്ടിന്റെ എഫക്റ്റ് കൊണ്ട് സം ഫിനോമിനാസ് ഒക്കർ ചെയ്യുന്നു. അതിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടി ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് നോൺ ലീനിയർ പാർട്ട് നമുക്ക് ഇവിടെ അവസാനിക്കും. പിന്നെ ജസ്റ്റ് നമ്മുടെ മൊഡ്യൂളില് പിന്നെ ബാലൻസ് ഉണ്ടാവുക ഫൈബർ ഓപ്റ്റിക്സിന്റെ കുറച്ച് കാര്യങ്ങളാണ്. സോ അതോടുകൂടി നമുക്ക് മൊഡ്യൂളും അവസാനിക്കും. സോ നമുക്ക് സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഡിസ്കസ് ചെയ്യും. സോ അത് ശ്രദ്ധിക്കാം. ഓക്കെ, സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ അല്ലെങ്കിൽ SHG എന്ന് പറയാറുണ്ട്. SHG എന്ന് കേട്ടാലും എന്താണ്, സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ ആണ്. It's a nonlinear optical process where two photons of same frequency combine to form a new photon with twice the energy. അതായത് രണ്ട് എനർജീസ്, രണ്ട് ഫോട്ടോൺസ് വന്നിട്ട് എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്തുകൊണ്ട് മറ്റൊരു പുതിയ ഫോട്ടോൺ, ന്യൂ ഫോട്ടോൺ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക വിത്ത് ടോയ്സ് ഓഫ് ദി എനർജി. അതായത് ഇൻസിഡന്റ് ആയി രണ്ട് സെയിം ഫോട്ടോൺസ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ രണ്ട് ഫോട്ടോൺസിനും ഒരു ഈക്വൽ ആയിട്ടുള്ള എനർജി ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റൊരു, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാൻ മീൻസ് ഈ രണ്ട് ഫോട്ടോൺസിനെയും കൂടെ നമ്മൾ നോൺ ലീനിയർ പ്രോപ്പർട്ടി ഷോ ചെയ്യുന്ന ഒരു മെറ്റീരിയലിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യും, ഈ രണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ള രണ്ട് ഫോട്ടോൺസ് ഉണ്ടെങ്കിൽ അതിന്റെ ഫ്രീക്വൻസിക്ക് ഡബിൾ ആയിട്ടുള്ള മറ്റൊരു ഫോട്ടോൺ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതൊരു പ്രോപ്പർട്ടിയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ എന്ന് പറയാം. അപ്പോ നമുക്ക് കിട്ടുന്നതിന്റെ ഫോട്ടോൺ എന്തെങ്കിലും ട്വൈസ് ദി എനർജി, അതാണ് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. കിട്ടുന്ന ഫോട്ടോണിന്റെ എനർജി എന്തെങ്കിലും ട്വൈസ്, അതായത് കൊടുക്കുന്ന ഇൻപുട്ട് ഫോട്ടോൺ എനർജി എന്താണോ അതിന്റെ ഡബിൾ ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഫോട്ടോണിന്റെ എനർജി. മീൻസ് അതിന്റെ ഫ്രീക്വൻസി എന്തായിട്ടുണ്ടാവും, ഡബിൾ ആയിട്ടുണ്ടാവും. നമ്മൾ പഠിച്ചത് ഇ എന്ന് പറയുന്നത് എന്താണ്, എച്ച് ന്യൂ ആണ്. സോ ഫ്രീക്വൻസി ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ എനർജി എന്താവും, ഡബിൾ ആവുള്ളൂ. ദെൻ ഹാഫ് ദി വേവ് ലെങ്ത് എന്താണ്, ഇ സിക്കൽ ടു എച്ച് സി ബൈ ലാംഡ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇത് ഡബിൾ ആവുമ്പോൾ ഇത് എന്ത് ചെയ്യും, ഹാഫ് ആവാണ് ചെയ്യുക, കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇനി നമ്മൾ ഈ ഒരു ഫിഗർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്. രണ്ട് ഫ്രീക്വൻസി ഫോട്ടോൺസ് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഒരു മെറ്റീരിയലിലേക്ക് പാസ് ചെയ്യുന്നു. ഒരു നോൺ ലീനിയർ പ്രോപ്പർട്ടി ഷോ ചെയ്യുന്ന മെറ്റീരിയൽ. എല്ലാ മെറ്റീരിയൽസ് എന്ത് ചെയ്യില്ല, നോൺ ലീനിയർ പ്രോപ്പർട്ടി നല്ലോണം കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നു. ദെൻ രണ്ട് ഫോട്ടോൺസിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് ഈ ബി എന്ന് പറയുന്ന ഇതിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഒരു ഒമേഗ ഉണ്ടാവും, കൂടാതെ അതിന്റെ കൂടെ എന്തുണ്ടാവും, അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് ഒമേഗ എന്നുള്ള ഫ്രീക്വൻസി, ഇൻപുട്ട് ഫ്രീക്വൻസി ആണ്. ദെൻ നമുക്ക് കിട്ടിയത് എന്താണ്, ടോയ്സ് ദി ഫ്രീക്വൻസി, അതാണ് ഔട്ട്പുട്ട്. സിമ്പിൾ സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ വെക്ടർ ആയിട്ടുള്ള ഒരു ഡയഗ്രം ആണ് കൊടുത്തത്. കെ ഡയഗ്രം എന്നൊക്കെ പറയാറുണ്ട്. കെ എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്, പ്രൊപ്പഗേഷൻ വെക്ടർ. അപ്പൊ അതിന്റെ ഒരു ബേസിലുള്ള ഒരു ഇത് രണ്ട് കെ ഒമേഗ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇൻപുട്ട് ആയി കൊടുത്തിട്ടുള്ള ടു ഫോട്ടോൺസിന്റെ ഡയഗ്രമാണ് കെ ഒമേഗ എന്ന് പറയുന്നത്. ഇത് നമുക്ക് കിട്ടിയതാണ് ഇവിടെ വയലറ്റ് ലൈനിൽ കൊടുത്തിട്ടുള്ള K2 ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന വെക്ടർ ഡയഗ്രാം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് രണ്ട് ടൈപ്പിൽ ഉണ്ടാവാം. ഒന്നെങ്കിൽ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സം ഡിഫറൻസ് ഉള്ളതൊക്കെ ഉണ്ടാവും. നമുക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. കാരണം സെക്കൻഡ് ഹാർമോണിക് ജനറേഷന്റെ വർക്കിംഗ് നിങ്ങൾ കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ ലീനിയർ ഒപ്റ്റിക്സ് കംപ്ലീറ്റ് തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും.
അപ്പോൾ നമുക്ക് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സിലബസിൽ ജസ്റ്റ് സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് അതെന്താ ഫിനോമിന എന്ന് അറിയാം, അതിൽ എന്താ നടക്കുന്നതെന്നും ജസ്റ്റ് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ഒന്നും മതിയാവില്ല, അതന്നെ ഒരു 1 to 3 ക്ലാസ്സസ് എടുക്കാനുണ്ടാവും. ഓക്കെ, ദെൻ ഇനി ഇഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ലൈറ്റ്, നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ലൈറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇ ഓഫ് ടി എന്ന് പറഞ്ഞാൽ E0 കോസ് ഒമേഗ ടി ആണെന്ന് അസ്യൂം ചെയ്യാം. നിങ്ങൾ ഇലക്ട്രോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിലൊക്കെ നമ്മൾ നോർമലി എടുക്കുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. കാരണം ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡാണ്. അതിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്ത്. ഇതിൽ ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ഫ്രീക്വൻസിയാണ്, ഇൻപുട്ട് കൊടുക്കുന്ന ലൈറ്റ് ഫ്രീക്വൻസി. ദെൻ SHG ജനറേറ്റ് സെക്കൻഡ് ഹാർമോണിക് ഫീൽഡ് അറ്റ് ഫ്രീക്വൻസി ടോയ്സ് ദി ഒമേഗ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, അതായത് സെക്കൻഡ് ഹാർമോണിക് ജനറേറ്റഡ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടോയ്സ് ദി ഒമേഗ ആയിരിക്കും. അതായത് ഫ്രീക്വൻസി ഡബ്ലിംഗ് എന്ന് ഇതിനെ പറയാറുണ്ട്. ആ പേര് നിങ്ങൾ ഓർത്ത് വെക്കണം. ഫ്രീക്വൻസി ഡബ്ലിംഗ് എന്നുള്ള ഒരു പ്രോസസ്സാണ് ഇത് സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ. ഓക്കെ, ദെൻ ദ സെക്കൻഡ് ഓർഡർ പോളറൈസേഷൻ P of 2, ഒന്നുമില്ല, സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞ പോളറൈസേഷൻ സെക്കൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ it is proportional to E2, ഈ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള പോളറൈസേഷൻ. ഓക്കെ, അപ്പം ഇതിനാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ പോളറൈസേഷൻ എന്ന് പറയാം. Then it is responsible for the SHG and is proportional to the square of the applied electric field. അപ്പൊ ഈ സെക്കൻഡ് ഹാർമോണിക് ജനറേഷന് റീസൺ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു മെറ്റീരിയലിന്റെ സെക്കൻഡ് ഓർഡർ പോളറൈസേഷൻ എന്നുള്ള പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ക്വയർ, അതിന് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ പോളറൈസേഷൻ എന്നുള്ള പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റീസൺ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ ഇവിടെ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ എന്താണ്, അതിന്റെ റീസൺ എന്താണെന്നുള്ളത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് അതിന്റെ സം കണ്ടീഷൻസ് ആണ്. സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ ഉണ്ടാവണമെങ്കിൽ അതിന് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കണ്ടീഷൻ ഒന്നാമത്താണ് ഫേസ് മാച്ചിങ് കണ്ടീഷൻ ഒക്കെ ചെയ്യണം. ഫേസ് വെലോസിറ്റി ഓഫ് ദ ഫണ്ടമെന്റൽ ആൻഡ് സെക്കൻഡ് ഹാർമോണിക് വേവ്സ്. ഫണ്ടമെന്റൽ വേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വേവ്സ്. ദെൻ സെക്കൻഡ് ഹാർമോണിക് വേവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടിൽ കിട്ടിയിട്ടുള്ള വേവ് മസ്റ്റ് മാച്ച് ടു എൻഷുർ കൺസ്ട്രക്റ്റീവ് ഇന്റർവൽ. അത് രണ്ടും എന്ത് ചെയ്യണം? മാച്ചബിൾ ആവണം, മാച്ച് ചെയ്യണം. ഇതിന്റെ ഫേസ് വെലോസിറ്റിയും കിട്ടുന്നതിന്റെ ഫേസ് വെലോസിറ്റി എന്ത് ചെയ്യണം? മാച്ച് ആയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുള്ളൂ? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഒക്കർ ചെയ്യുള്ളൂ. ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ സൂട്ടബിൾ ആയിട്ട് ഒക്കർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്താലേ ഉള്ളൂ നമുക്കൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിപ്പോൾ തന്നെ പോളറൈസേഷൻ നമ്മൾ പറഞ്ഞു, സെക്കൻഡ് ഓർഡർ പോളറൈസേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന മെറ്റീരിയൽ ആണെങ്കിൽ പോലും ഈ ഫേസ് മാച്ചിങ് കണ്ടീഷൻ ചില സമയത്ത് ഒക്കർ ചെയ്തോളണമെന്നില്ല. അല്ല, ഒക്കർ മീൻസ് ഒബേ ചെയ്തോളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു SHG നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ദെൻ ഇറ്റ്സ് റിക്വയർ സ്പെസിഫിക് ക്രിസ്റ്റൽ ഓറിയന്റേഷൻസ് ആൻഡ് ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, സൂട്ടബിൾ ആയിട്ട് ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഓറിയന്റേഷൻസ്, ക്രിസ്റ്റൽ കുറെ ഓറിയന്റേഷൻസ് ഒക്കെ നിങ്ങൾ എവിടെയാണ് എന്താ പറയാ സോളിഡ് സ്റ്റേറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അതിലൊരു പെർട്ടിക്കുലർ ക്രിസ്റ്റൽ ഓറിയന്റേഷൻ ഉള്ള ക്രിസ്റ്റൽസ് മാത്രമേ അല്ലെങ്കിൽ മെറ്റീരിയൽസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു കണ്ടീഷന് സ്യൂട്ടബിൾ ആവുള്ളൂ. ഏതൊക്കെ മെറ്റീരിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വെക്കുക, ഫേസ് മാച്ചിങ് കണ്ടീഷൻ. നമ്മൾ ഇൻപുട്ട് വേവും നമുക്ക് സെക്കൻഡ് ഹാർമോണിക് ജനറേറ്റഡ് ആയിട്ടുള്ള വേവിന്റെയും ഫേസ് വെലോസിറ്റീസ് എന്ത് ചെയ്യുക? മാച്ച് ആവുക. ഓക്കെ, അതിനുള്ള റിക്വയർമെന്റ്സും നമ്മൾ പറഞ്ഞു. ഒന്ന് ക്രിസ്റ്റൽ ഓറിയന്റേഷൻസ് ആയിരിക്കും, സം സ്പെസിഫിക് ക്രിസ്റ്റൽ ഓറിയന്റേഷൻ ആവണം. ആൻഡ് ദെൻ ടെമ്പറേച്ചറിൽ സം കണ്ടീഷൻസ് ഒക്കെ ചെയ്യണം എന്നുള്ളത്. ദെൻ സെക്കൻഡ് കണ്ടീഷൻ ആണ് നോൺ ലീനിയർ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. കൈ എന്ന് നമ്മൾ പറയാറുണ്ട്. കൈ അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കൈ. Then effectiveness of SHG depend on the non-linear susceptibility of the medium. അപ്പൊ ഒരു മീഡിയത്തിന്റെ നോൺ ലീനിയർ സസെപ്റ്റിബിലിറ്റി, അഥവാ കൈ അല്ല, കൈ നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ എന്താണ്? കൈ 2, കൈ ഓഫ് 3 ആൻഡ് എക്സെട്ര. അപ്പൊ ഇതെന്ത് ചെയ്യണം? ഈ സംഭവത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഓരോ മെറ്റീരിയൽസിനും ചിലത് കൈ 2ഉം കൈ 3 ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതിന്റെ ഹയർ ഓർഡേഴ്സ് സബ്സെപ്റ്റിബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും.
അപ്പൊ ഇതിനനുസരിച്ച് SHGന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും, ഡിപ്പെൻഡ് മാറിക്കൊണ്ട് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് പറയുന്നത്, നമ്മുടെ ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അതിന്റെ സസെപ്റ്റിബിലിറ്റി ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നല്ലൊരു റോൾ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുക. ഡിപ്പെൻഡബിൾ ആണ്, എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പോകണ്ട, ജസ്റ്റ് ആ കണ്ടീഷൻ നിങ്ങൾ അറിയാം, സസെപ്റ്റിബിലിറ്റി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എടുക്കണം, അല്ലെങ്കിൽ നമുക്കൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള SHG നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് ആണ് ഫോർ എഫിഷ്യന്റ് ജനറേഷൻ ഓഫ് സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കോമൺലി നമ്മൾ SHG പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സം ക്രിസ്റ്റൽസ് ആണ്. ഒന്ന് പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് KDP എന്നാണ് നമ്മൾ പറയാറുള്ളത്. പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. K എന്ന് പറഞ്ഞാൽ എന്താണ്, പൊട്ടാസ്യം ആണ്, നിങ്ങൾക്ക് അറിയാലോ, നമ്മള് ടേബിളൊക്കെ നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ ഒരു മെറ്റീരിയൽ ആണ് ബീറ്റ ബേരിയം ബോറേറ്റ്, BBO എന്ന് പറയും. ദെൻ മറ്റേ ലിഥിയം നയോബേറ്റ് LiNbO3 എന്ന് പറയും. ഇങ്ങനെ മൂന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മൾ മുമ്പ് പ്രീവിയസ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത ഫേസ് മാച്ചിങ് കണ്ടീഷന്, സസെപ്റ്റിബിലിറ്റി കണ്ടീഷൻസ്, ഇതൊക്കെ സ്യൂട്ടബിൾ ആയി വരുന്ന ഒരു 3 മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് അറ്റ്ലീസ്റ്റ് ഇതിന്റെ പേരെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതാണ് ഒരു എഫിഷ്യന്റ് SHG പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്തിനാ SHG പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഇനിയുള്ള സ്ലൈഡിൽ പറയും കേട്ടോ. വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻസ് ഓഫ് സിംഗിൾ ഹാർമോണിക് ജനറേഷൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് സിംഗിൾ ഹാർമോണിക് ജനറേഷൻ. ഓക്കെ, ഇൻ ഫിസിക്കൽ ലൈഫിൽ നമുക്ക് ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ അതിന്റെ ഡെഫിനിഷൻ ആൻഡ് ഏത് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. എന്തിനാണ് നമ്മൾ സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ SHG ഉപയോഗിക്കുന്നത്? ഒന്ന് ലേസർ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഫ്രീക്വൻസി ഡബ്ലിംഗ് ഇൻ ലേസേഴ്സ്, എക്സാമ്പിൾ ND ലേസേഴ്സ്. ND ലേസേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ ഫ്രീക്വൻസി ഡബ്ലിംഗ് ലേസേഴ്സ് എന്ന സംഭവം അവിടെ അങ്ങനെ ഒരു പേര് നമ്മൾ നെയിം മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ ഫോർ ജനറേറ്റിംഗ് ഗ്രീൻ ലൈറ്റ് ഫ്രം ഇൻഫ്രാറെഡ്, അവിടെ നമ്മൾ ഗ്രീൻ ലൈറ്റ് ഫ്രം ഇൻഫ്രാറെഡിൽ നിന്ന് ഗ്രീൻ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്ത ഒരു ടെക്നിക്കാണ് എന്ത്, ഈ ഫ്രീക്വൻസി ഡബ്ലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഫിഗർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ ക്ലാസ് കഴിഞ്ഞിട്ട് എടുത്തു നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് അതിൽ ഫ്രീക്വൻസി ഡബ്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു 2 പ്രോസസ്സുകളായിരിക്കും നടക്കുന്നുണ്ടാവുക. അത് പറഞ്ഞാൽ സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ എന്നുള്ള ഒരു സംഭവമാണ് അവിടെ ഒക്കർ ചെയ്യുക. എന്നിട്ടാണ് നമുക്ക് അതിൽ നിന്ന് ഗ്രീൻ ലൈറ്റ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ദെൻ ഒന്ന് അവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലേസർ ടെക്നോളജിയിൽ. അതുപോലെ തന്നെ വേറെ ചില സം ലേസേഴ്സിൽ നമ്മൾ അത് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാണ് ND ലേസേഴ്സിന്റെ കേസിൽ. ഇനി ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ പർപ്പസിൽ നമ്മൾ സിമ്പിൾ അല്ല, സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ യൂസ്ഡ് ഇൻ ഒപ്റ്റിക്കൽ സ്വിച്ചിങ് ആൻഡ് സിഗ്നൽ പ്രോസസ്സിംഗ്. ഒപ്റ്റിക്കൽ സ്വിച്ചിങ് എന്താന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കെർ എഫക്ട്, പോക്കലിസ് എഫക്ട് ഒക്കെ പറഞ്ഞപ്പോൾ അതിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സിഗ്നൽ പ്രോസസ്സിംഗ്, സിഗ്നൽസിന് എന്ത് ചെയ്യുക, എഫക്റ്റീവ് ആയിട്ട് പ്രോസസ് ചെയ്യാൻ, മീൻസ് അതിനെ മോഡുലേറ്റ് ചെയ്യുക, ആംപ്ലിഫൈ ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ എന്നുള്ള ഈ ഒരു ഫിനോമിന എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ദെൻ തേർഡ് വൺ ബയോമെഡിക്കൽ ഇമേജിങ്. ബയോമെഡിക്കൽ ഇമേജിങ്ങിന് എന്ത് ചെയ്യാറുണ്ട്, SHG മൈക്രോസ്കോപ്പി. ഇതൊരു ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ്, നമ്മളിപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്ന സാധനം. സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ മൈക്രോസ്കോപ്പി ഫോർ നോൺ ഇൻവാസീവ് ടിഷ്യൂ ഇമേജിങ്. ഇത് ബയോളജിയിൽ എന്തോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പം ഈ ഒരു ഫീൽഡിൽ ഈ ടിഷ്യൂ ഇമേജിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ എന്നുള്ള ആ മൈക്രോസ്കോപ്പി, ഈ SHG ബേസിൽ യൂസ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പിയാണ്, അത് ഉപയോഗിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. ഇങ്ങനെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീൽഡിലാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെക്കൻഡ് ഹാർമോണിക് ജനറേഷന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെ ആപ്ലിക്കേഷൻസ് ഒന്നും വെച്ചിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ബട്ട് നമ്മളൊരു കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് വാട്ട് ഈസ് ദി യൂസ് ഇൻ റിയൽ ലൈഫ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും നമുക്ക് വരുന്ന ഒരു സംഭവമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിലൊക്കെ അല്ലെ, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട് ഇതിപ്പോ എന്തിനാ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഉപയോഗമാണ്. അപ്പൊ ഏതൊരു കോൺസെപ്റ്റിന്റെ ബിഹൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും അതിന് റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു
മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടാവും. അത് ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ആവാം. ഓക്കെ, അപ്പൊ SHGന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ദെൻ അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് നോൺ ലീനിയർ ഒപ്റ്റിക്സിന്റെ ആയിരുന്നു. അപ്പം നോൺ ലീനിയർ ഒപ്റ്റിക്സിലുള്ള SHG വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഇപ്പൊ തന്നെ ഇതിങ്ങനെ ഓർത്തു പോയാലുള്ളതേ ഉള്ളൂ, നിങ്ങൾക്ക് വേറെ പഠിക്കേണ്ട ആവശ്യം വരില്ല ഈ ഒരു ചാപ്റ്റർ ഒക്കെ. അപ്പം SHG എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ ആണ്. നമ്മൾ രണ്ട് സെയിം എനർജി ഉള്ള ഫോട്ടോൺസിനെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ, നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ ഒക്കർ ചെയ്യുന്ന ഒരു മെറ്റീരിയലിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിന് ട്വൈസ് ആയിട്ട് എനർജി ഉള്ള ഒരു വേവ് അല്ലെങ്കിൽ ഒരു ഫോട്ടോൺ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. ദീസ് പ്രോസസ് ഈസ് നോൺ ആസ് സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ. പിന്നെ അതിന് കണ്ടീഷൻസ്, ഒന്ന് ഫേസ് മാച്ചിങ് കണ്ടീഷൻ ആണ്, ഒന്ന് നോൺ ലീനിയർ സസെപ്റ്റിബിലിറ്റി കണ്ടീഷൻ ആണ്. ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ദെൻ പിന്നീട് നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞത്. ദെൻ വിച്ച് മെറ്റീരിയൽ ഈസ് മോർ സ്യൂട്ടബിൾ ടു പ്രൊഡ്യൂസ് ആൻ എഫിഷ്യന്റ് സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ. SHGക്ക് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. 3 മെറ്റീരിയൽസ് ഉണ്ട്, അതിന്റെ പേരിന് നെയിംസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതോട് കൂടിയിട്ട് നമ്മുടെ ചാപ്റ്ററിന്റെ ഏകദേശം ഒരു 60% നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ജസ്റ്റ് ഒരു 40% കൂടെ ഉള്ളൂ. അതിൽ നമ്മൾ ഈ 60% ആണ് നമ്മുടെ ലേസറിന്റെ വൈഡ് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് നോൺ ലീനിയർ ഒപ്റ്റിക്സിന്റെ ചെറിയൊരു ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്തൊരു പാർട്ടിലേക്ക് പോവാണ്, ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ ഫൈബർ. ഇതോടുകൂടി നമ്മുടെ പോർഷൻസ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി നമ്മൾ പോർഷൻസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ബട്ട് നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. സോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇതിൽ വരാൻ വളരെ കുറവാണ്. മൈന്യൂട്ട് ആയിട്ടുള്ള പെർസെൻറ്റേജ് ചാൻസേ ഉള്ളൂ. അപ്പോൾ കുറേയൊക്കെ തിയറിയാണ്. അപ്പൊ നിങ്ങൾ ക്ലാസ് നല്ലോണം കേട്ടാൽ തന്നെ ജസ്റ്റ് വായിച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ഇത് വായിക്കേണ്ട ആവശ്യം വരില്ല. ദെൻ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ ഒരു കേബിൾ ആണ് ഫോർ വൈഡ്ലി യൂസിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസ്. ഇന്നത്തെ കാലത്ത് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒപ്റ്റിക്കൽ ഫൈബർ. നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും. ദെൻ അതിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് എന്ത്, കോർ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ടാവും. കോർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ പാർട്ടാണ്, ഏറ്റവും ഉള്ളിലുള്ള പാർട്ടാണ് കോർ. അതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് എന്ത്, കോറിന് എന്തായിരിക്കും, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. ഓക്കെ, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ യൂസ് ചെയ്യാൻ ഹൈ പ്യൂരിറ്റി ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ കോറിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇതിൽ കൂടിയാണ്, കോർ എന്നുള്ള പാർട്ട് കൂടിയാണ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ടാണ് ഇത് കോർ, ഏറ്റവും ഇന്നർ ആയിട്ടുള്ള പാർട്ടാണ്, ലൈറ്റ് പാസ് ചെയ്യുന്ന ഇതിലൂടെയാണ്, കോറിൽ കൂടെയാണ്. അതിന് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇങ്ങനെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റീസ് ആണ് കോറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, പാർട്ട് അതായത് കോറിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള പാർട്ടാണ് ക്ലാഡിംഗ് എന്ന് പറയുന്നത്. പക്ഷെ കമ്പയറബിളി ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും ഉണ്ടാവുക ക്ലാഡിങ്ങിന് ഉണ്ടാവുക. അത് എന്തിനാന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് പറയുന്നുണ്ട്, അതിന്റെ പ്രിൻസിപ്പിൾ പറയുമ്പോൾ പറയാം. ദെൻ so the difference in refractive index between core and cladding allow light to be guided through core by total internal reflection. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. ഇപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോറിന് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതുപോലെ തന്നെ ക്ലാഡിങ്ങിന് ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൊടുത്തത്. ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയതിന് ഡെൻസർ മീഡിയം എന്നും ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലുള്ളത് നമ്മൾ റയറർ മീഡിയം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ. അപ്പൊ അതിൽ നമ്മൾ ഡീറ്റെയിൽ പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോറിന് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, ക്ലാഡിങ്ങിന് കമ്പാരിറ്റീവ്ലി ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് ഉണ്ടാവും. ഇനി തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ബഫർ കോട്ടിംഗ് ആണ്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഉള്ള ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. അതൊന്നുമില്ല, നമ്മുടെ പുറത്തു നിന്ന് നമ്മൾ ഔട്ടർ ആയിട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ പാരാമീറ്റേഴ്സ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രഷർ വേരിയേഷന്, മോയിസ്ചർ, പിന്നെ ഡാമേജസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ കമ്മ്യൂണിക്കേഷന് നമ്മൾ എന്ത് ഡിപ്പെൻഡബിൾ ആണ്. അതായത് നമുക്കൊരു പ്രോപ്പർ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ എന്ത് വരും, ഡിസ്ട്രക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ നെഗ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കോട്ടിംഗ് കൂടി നമ്മൾ കൊടുക്കുന്നത്, ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ്. അതിനാണ് എന്ത് പറയാം, ബഫർ കോട്ടിംഗ് എന്ന് പറയാം. ഓക്കെ, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഉള്ള പ്ലാസ്റ്റിക് കോട്ടിംഗ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് 3 പാർട്ട്. ഇത് നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം കേട്ടോ, ഈ 3 പാർട്ടുകൾ: കോറ്, ക്ലാഡിങ്, ബഫർ കോട്ടിംഗ്. കോറും ക്ലാഡിങ്ങും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്.
അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കാം. ദെൻ വാട്ട് ഈസ് ദി പ്രിൻസിപ്പിൾ? എന്ത് പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ എന്നുള്ള സംഭവം വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഇന്ത്യ. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്, ജസ്റ്റ് ഞാൻ റിവൈസ് ചെയ്യാണ്. അപ്പോ ഈ ഒരു പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾ ഈ 9th 10th +1 +2 ഇതിലൊക്കെ പഠിച്ച ചെറിയ ചെറിയ കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, രണ്ട് മീഡിയംസ് ഉണ്ടെങ്കിൽ then this is normal and this medium have refractive index n1 and this refractive index n2. അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ n1 is greater than n2. അതായത് ലൈറ്റ് എന്ത് ചെയ്യണം അല്ലെ, ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളതിൽ നിന്ന് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യണം. അതായിരിക്കും ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ n1 is greater than n2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ലൈറ്റ് ബെൻഡിങ് എവേ ഫ്രം ദി നോർമൽ. ഇതേക്ക് ഫസ്റ്റ് തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും. ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിക്കുക മാത്രമാണ്, ഞാൻ ഡീറ്റെയിൽ ആയി പോകുന്നില്ല. ദെൻ നമ്മുടെ ലൈറ്റിന്റെ എന്ത് ചെയ്യും, ഈ ഇൻസിഡന്റ് ആംഗിൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ആംഗിൾ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ലൈറ്റ് റേ എന്ത് ചെയ്യും, കറക്റ്റ് ഈ ഒരു ബോർഡറിലൂടെ പാസ് ചെയ്യും. രണ്ട് ഡിഫറെന്റ് മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ബോർഡറിലൂടെ എന്ത് ചെയ്യും, ഈ ലൈറ്റ് എന്ത് ചെയ്യും, പാസ് ചെയ്തു പോകും. ഓക്കെ, ഈ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സോറി ഈ ആംഗിൾ അല്ല, ദിസ് ആംഗിൾ ഈസ് നോൺ ആസ്, ദിസ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊരു ആംഗിൾ ഓഫ് ഇൻസിഡന്റിൽ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് മസ്റ്റ് ബി 90 ഡിഗ്രി. അതിനാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം. ദെൻ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒക്കെ അറിയപ്പോഴാണ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡന്റിലാണ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ലൈറ്റ് റേ കംപ്ലീറ്റ് സെയിം മീഡിയത്തിലേക്ക് എന്ത് ചെയ്യും, ജസ്റ്റ് റിഫ്ലക്ട് ചെയ്ത് പോകും. സോ ഇതിനെയാണ് എന്താ പറയുക, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കണ്ടീഷൻസ് ആണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ. ഒന്ന്, ലൈറ്റ് പാസസ് ഫ്രം ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീഡിയം ടു ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീഡിയം, ഫസ്റ്റ് വൺ. Then the angle of incident must be greater than the critical angle. ഈ രണ്ട് കണ്ടീഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒക്കെ ചെയ്യുള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. എന്തിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിള്, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വെൻ ലൈറ്റ് റേ എൻറ്റർ ദ കോർ അറ്റ് എ സെർട്ടൈൻ ആംഗിൾ. സെർട്ടൈൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലുള്ള ഒരു പെർട്ടിക്കുലർ ആംഗിൾ ആയിരിക്കും. വിതിൻ ആക്സെപ്റ്റൻസ് ആംഗിൾ എന്താ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ് ബൈ കോർ ക്ലാഡിംഗ് ബൗണ്ടറി causing the light to be guided along the length of the fiber. അപ്പൊ ഞാൻ ശ്രദ്ധിക്കാം, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. സോ ഈ ഇന്നർ പാർട്ടാണ് എന്ത്, ദിസ് ഈസ് n1 എന്ന് പറയുന്നത് കോർ ആണ്. ദെൻ n2 എന്ന് പറഞ്ഞ ക്ലാഡിംഗ് ആണ്. ദെൻ ഈ കോറിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു പെർട്ടിക്കുലർ ആംഗിൾ എന്ത് ചെയ്യാണ്, ലൈറ്റ് ഇൻസിഡന്റ് ചെയ്തു. നമ്മൾ പഠിച്ചിട്ട് ഇവിടെ എന്താണ്, കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന ക്ലാഡിങ്ങിനേക്കാൾ കൂടുതലാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ n1 ഈസ് ഗ്രേറ്റർ ദാൻ n2, ഒന്നാമത്തെ കണ്ടീഷൻ ഒബേ ചെയ്തു. പിന്നെ ഒരു പെർട്ടിക്കുലർ ആംഗിൾ, അതായത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് എന്ത് ചെയ്യും, ഈ ബൗണ്ടറി വെച്ച്, ഇതാണ് കോറും ക്ലാഡിങ്ങും തമ്മിലുള്ള ബൗണ്ടറി, അങ്ങനെയാണെങ്കിൽ അത് കംപ്ലീറ്റ് എന്ത് ചെയ്യും, ആ കോറിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യും. ദെൻ ഇവിടെ എത്തുമ്പോൾ വീണ്ടും ബൗണ്ടറി ആയി, അവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്യും, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ലൈറ്റ് വേവ് എന്ത് ചെയ്യും, ഒരു പ്രോപ്പർ ആയിട്ട് ഈ ഒരു കോറിന്റെ ഉള്ളിൽ കൂടെ ഗൈഡ് ചെയ്ത് പോകും. ഓക്കെ, ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബറിൽ നടക്കുന്ന വർക്കിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എപ്പോഴും എന്താണ്, ടോട്ടൽ. അത് മസ്റ്റ് ചോദിക്കാൻ നല്ലൊരു പെർസെന്റ് ചാൻസ് ഉണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ ഏത് പ്രിൻസിപ്പിളിന്റെ അല്ലെങ്കിൽ ഏത് ഫിനോമിനിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഏതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. പിന്നെ ഈ വർക്കിംഗ് ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ഒന്നും അല്ലാത്തത് കൊണ്ട് അതിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ
കണ്ടീഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കുക. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയി പോകുന്നില്ല. അപ്പം അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. ദെൻ ഇനി നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ രണ്ട് എന്താ പറയാ പാരാമീറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള രണ്ട് പാരാമീറ്റേഴ്സ് ആണ്. ദാറ്റ്സ് ബിക്കം ഇമ്പോർട്ടന്റ് ആണോ ചോദിച്ചാല് നമ്മുടെ ഫൈബർ ഒപ്റ്റിക്സ് ഡീൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഉള്ള സംഭവമാണ്. കാരണം ഇതിന്റെ കൺസ്ട്രക്ഷൻ ആയാലും അതുപോലെ തന്നെ ഇതിന്റെ ഫിനോമിന നമ്മൾ പറഞ്ഞു കണ്ടീഷൻസ് ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞതിൽ ഒരു അതായത് ഒപ്റ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ ഇൻസിഡന്റ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ് രണ്ട് പാരാമീറ്റർ. ഒന്ന് ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ്, മറ്റൊന്ന് ആക്സെപ്റ്റൻസ് ആംഗിൾ ആണ്. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതെന്താന്ന് നോക്കാം. അപ്പം ന്യൂമറിക്കൽ അപ്പർച്ചർ എന്താണ്? ഇറ്റ്സ് എ ഡയമെൻഷണൽ ലെസ് നമ്പർ. ഡയമെൻഷൻ ഒന്നും ഇല്ലാത്ത ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നമ്പർ ആണ്. ദാറ്റ് ഇൻഡിക്കേറ്റ് ഹൗ എഫിഷ്യൻലി ദ ഫൈബർ ക്യാൻ കളക്ട് ആൻഡ് ട്രാൻസ്മിറ്റ് ദ ലൈറ്റ്. ലൈറ്റ് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് അത് കളക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യുക, അത് കോളിലൂടെ അത് എത്രത്തോളം നല്ല രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ആ നമ്പർ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ഈ നമ്പറിന്റെ ഇമ്പോർട്ടൻസ് എന്ന ഒരു ഡയമെൻഷൻലെസ് നമ്പർ ആണ്. യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് എ നമ്പർ. ബട്ട് ആ നമ്പർ എന്താണ്? ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് നമ്പർ ആൻഡ് വിച്ച് ഈസ് ഗീവ് ഹൗ ദ ഫൈബർ എഫക്റ്റീവ്ലി കളക്ട് ദി light coming from the source and it transmit through the fiber. Okay, that's a very important thing. Okay, then ഇനി ന്യൂമറിക്കൽ അപ്പർച്ചർ എങ്ങനെയാണ് മെഷർ ചെയ്യാന്നുള്ളതാണ്. അതിനുള്ള ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ പഠിച്ചു നോക്കണം കേട്ടോ. ന്യൂമറിക്കൽ അപ്പർച്ചർ ദാറ്റ് ഈസ് എൻ എ എന്ന് നോട്ടേറ്റ് ചെയ്യും, വിച്ച് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എൻ കോർ സ്ക്വയർ മൈനസ് എൻ ക്ലാഡിംഗ് സ്ക്വയർ. എൻ കോർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി കോർ. എൻ ക്ലാഡിംഗ് എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ക്ലാഡിംഗ്. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ ആദ്യം കോറും പിന്നെ ക്ലാഡിംഗ് ചെയ്താലുള്ളത്. കാരണം എന്താണ്? എപ്പോഴും കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, ക്ലാഡിങ്ങിന്റെ എന്തായിരിക്കും കുറവായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പം ഇത് നേരെ തിരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വരും, അത് കോംപ്ലക്സ് നമ്പർ ഒക്കെ ആവും. അപ്പൊ അത് പറ്റൂല. അപ്പൊ നിങ്ങൾ എപ്പോഴും എടുക്കേണ്ടത് എന്താണ്? കോറാണ്. കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ സ്ക്വയർ ആണ് ആദ്യം എടുക്കേണ്ടത്. ദെൻ മൈനസ് ക്ലാഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ എടുക്കുക, മൈനസ് ചെയ്യുക, ദെൻ റൂട്ട് എടുക്കുക. ഇത് നിങ്ങൾ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്ത്? ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, ഇനി നോക്കാം. ദ ഹയർ ദി ന്യൂമറിക്കൽ അപ്പർച്ചർ ഹൈ വാല്യൂ ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ലാർജർ ദി റേഞ്ച് ഓഫ് ആംഗിൾസ് അറ്റ് വിച്ച് ലൈറ്റ് ക്യാൻ എൻറ്റർ ദി ഫൈബർ ആൻഡ് സ്റ്റിൽ ബി ഗൈഡഡ് ത്രൂ ദി കോർ ബൈ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ. അപ്പം ദ റേഞ്ച് ഓഫ് ആംഗിൾ അറ്റ് വിച്ച് ലൈറ്റ് ക്യാൻ എൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് ആംഗിളിൽ, ഒരു വൈഡ് ആംഗിളിൽ എൻറ്റർ ചെയ്താലും അതിനെന്ത് ചെയ്യും? ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ഗൈഡ് ചെയ്ത് പോകാൻ പറ്റും. അതായത് ക്രിട്ടിക്കൽ ആംഗിൾ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും എന്നർത്ഥം. ഓക്കെ, കാരണം ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഇന്റർവൽ. അപ്പം ഈ ന്യൂമറിക്കൽ അപ്പർച്ചറിന്റെ വാല്യൂ ഹൈ ആണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഒരു ഫിസിക്കൽ ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒപ്റ്റിക്കൽ ഫൈബറിന് കമ്പയറബിളി ലോ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. ലോ ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോൾ എന്താണ്? ഒരു വൈഡ് റേഞ്ച് ഓഫ് ആംഗിളിൽ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്താലും അതിനെന്ത് ചെയ്യും? എഫക്റ്റീവ്ലി കോറിലൂടെ എന്ത് ചെയ്യും? ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ ഉപയോഗിച്ചിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. ഇനി ന്യൂമറിക്കൽ അപ്പർച്ചറിന്റെ വാല്യൂ ലോ ആവുകയാണെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ കൂടുതലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ എന്താ പറയാ ലിമിറ്റഡ് ആംഗിൾസിൽ മാത്രം ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്താലേ ഉള്ളൂ അത് കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് പോകുള്ളൂ. അതാണ് ഇതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള മീനിങ്. അതുകൊണ്ടാണ് എങ്ങനെയാണ് എഫക്റ്റീവ്ലി ഇത് ലൈറ്റിനെ കളക്ട് ചെയ്യുന്നതെന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നും ഈ നമ്പർ നമുക്ക് തരുന്നുണ്ടെന്ന് പറയാനുള്ള റീസൺ. ഓക്കെ, അത് ഈ ഒരു ന്യൂമറിക്കൽ അപ്പർച്ചറും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ആംഗിളും തമ്മിലുള്ള ഒരു എന്താ പറയാ റിലേഷൻ കൊണ്ടാണ്. ഓക്കെ ആണല്ലോ. ഇതാണ് നിങ്ങൾ ഫിസിക്കൽ മീനിങ് ആയിട്ട് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പം കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്ലാഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒക്കെ തന്നിട്ട് ചിലപ്പോൾ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. ദെൻ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് വാല്യൂ ഓക്കെ ആണല്ലോ. ഇതാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ ഓഫ് ദി ഫൈബർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പാരാമീറ്റർ ആണ് എന്ത്? ആക്സെപ്റ്റൻസ് ആംഗിൾ ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ. ആക്സെപ്റ്റൻസ് ആംഗിൾ എന്താണുള്ളത്? ദ മാക്സിമം ആംഗിൾ അറ്റ് വിച്ച് ദ ലൈറ്റ് ക്യാൻ എൻറ്റർ ദി ഫൈബർ കോർ ആൻഡ് സ്റ്റിൽ ബി ഗൈഡഡ് ത്രൂ ദി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒക്കർ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഏതോ ഒരു മാക്സിമം ആംഗിൾ, മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനേക്കാൾ ചെറിയ വാല്യൂ ആയാലും കുഴപ്പമില്ല, മാക്സിമം അതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യില്ല, ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. ആ ഒരു ആംഗിളിലായിരിക്കണം എന്ത് ചെയ്യുന്നത്, ഫൈബറിന്റെ ഉള്ളിലേക്ക് ഇത് എൻ്റർ ചെയ്യേണ്ടത്. ഇത് ക്രിട്ടിക്കൽ ആംഗിൾ അല്ല. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കോറിന്റെയും ക്ലാഡിങ്ങിന്റെയും ആ ഇന്റർഫേസിൽ ഉണ്ടാവുന്ന ആംഗിൾ ആണ്. ബട്ട് ഇത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഫൈബറിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്നു, ആ ഒരു ആംഗിൾ ആണ് എന്ത്, ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ. അതൊരു മാക്സിമം ഒരു വാല്യൂ ഉണ്ടാവും, ആ മാക്സിമം വാല്യൂ ആണ് ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ആക്സെപ്റ്റൻസ് ആംഗിളിന്റെ റേഞ്ചിൽ മാത്രമേ ഉള്ളൂ, അതിന്റെ ലെസ് ആയിട്ടുള്ള കുറഞ്ഞ വാല്യൂസിൽ ആംഗിൾ വന്നാലേ ഉള്ളൂ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അവിടെ നടക്കുള്ളൂ. കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യൂല, അത് പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഫിഗറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഫിഗറിൽ നോക്കാം. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇതാണ് നമ്മളെ ഫൈബർ ഓപ്റ്റിക്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതില് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന കണ്ടില്ലേ, ഈ ഒരു പോയിന്റിലെ ജസ്റ്റ് എൻ്റർ ചെയ്യാണ്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഈ ഡോട്ട് ഇട്ട ലൈനാണ് എന്ത്, ആ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ തീറ്റ എ, ഇതിനാണ് എന്ത് പറയാ, ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയാം. ദെൻ ഈ ഇന്റർഫേസിൽ വന്നത് കണ്ടോ, ഇത് തട്ടി പിന്നെ നോർമൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളിനെയാണ് എന്ത് പറയാ, എന്താ, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ആക്സെപ്റ്റൻസ് ആംഗിൾ അല്ല എന്ത്, ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ള അറിയണം. ഓക്കെ, അപ്പൊ ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ലൈറ്റ് ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആക്സെപ്റ്റൻസ് ആംഗിൾ. അത് ദാറ്റ് ഈസ് മാക്സിമം വാല്യൂ, മാക്സിമം വാല്യൂനാണ് നമ്മൾ ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയാം. അതിൽ നിന്ന് മിനിമത്തിൽ ഏത് ആംഗിൾ വന്നാലും ഇത് പ്രോപ്പർ ആയിട്ട് അതിലൂടെ ഗൈഡ് ചെയ്യും. ബട്ട് മാക്സിമം അതിനേക്കാൾ കൂടുതൽ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ there is no chance to properly guided through the optical fiber. Okay, then അപ്പം ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എസ്കേപ്പ് ചെയ്ത് പോകും, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി അതിന്റെ ഇക്വേഷൻ ആണ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ന്യൂമറിക്കൽ അപ്പർച്ചർ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈൻ ഇൻവേഴ്സ് എടുത്താൽ മതി. സൈൻ ഇൻവേഴ്സ് ഓഫ് ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ് എന്ത്, ആക്സെപ്റ്റൻസ് ആംഗിൾ തീറ്റ എ എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റൻസ് ആംഗിളിന്റെ നൊട്ടേഷൻ ആണ് കേട്ടോ. ദെൻ അപ്പൊ ന്യൂമറിക്കൽ അപ്പർച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യാം, ജസ്റ്റ് സൈൻ ഇൻവേഴ്സ് എടുത്താൽ ദെൻ പണി കഴിഞ്ഞു. ഇതാണ് അതിന്റെ എന്ത്, ഇക്വേഷൻ വരുന്നത്. സോ ഇത് ചെറിയ പോർഷൻ ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കുക. രണ്ട് മെയിൻ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ്, ഒന്ന് ന്യൂമറിക്കൽ അപ്പർച്ചറും മറ്റൊന്ന് ആക്സെപ്റ്റൻസ് ആംഗിളും. ന്യൂമറിക്കൽ അപ്പർച്ചറും ആക്സെപ്റ്റൻസ് ആംഗിളും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്, ഇതിന്റെ ക്രിട്ടിക്കൽ ആംഗിളിനെയാണ്. ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഡിപ്പെൻഡൻസ് നമ്മൾ പറയാനുള്ള ഏറ്റവും റീസൺ എന്താണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒക്കെ അറിയാനുള്ള രണ്ട് കണ്ടീഷൻസിൽ ഒരു കണ്ടീഷൻ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്. അത് നമുക്ക് പ്രശ്നമില്ല. പിന്നെ ഏറ്റവും വലിയ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇത്, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ ഹയർ ആയിട്ടുള്ള ആംഗിളിൽ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിലുള്ള രണ്ട് പാരാമീറ്റേഴ്സ്, അതിനെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള രണ്ട് പാരാമീറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ന്യൂമറിക്കൽ അപ്പർച്ചറും അതുപോലെ ആക്സെപ്റ്റൻസ് ആംഗിളും. ഓക്കെ, അപ്പം ഇൻ ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ, the acceptance angle and numerical aperture is very important. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ രണ്ട് സംഭവങ്ങളാണ്. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് മെറ്റീരിയൽ സൂട്ടബിൾ ആയിട്ടൊക്കെ കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യൂല, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ത്രൂ ദി ലൈറ്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡീകോഡ് ചെയ്ത് ലൈറ്റിന്റെ ഫോമിലെ ആക്കി അങ്ങോട്ട് വിടുന്ന സമയത്ത് അത് വേറെ ഏതൊക്കെ എസ്കേപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല, നമ്മൾ കൊടുത്ത ആ പ്രോപ്പർ ആയിട്ടുള്ള ആ ഇൻപുട്ട് നമ്മൾ ഔട്ട്പുട്ടിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും. നമുക്ക് കിട്ടുന്നതിൽ കുറെ എററൊക്കെ ചെയ്യും, പ്രോപ്പർ ആയിട്ട് ഡാറ്റ കിട്ടുകയും. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ തുടങ്ങുകയും ചെയ്യും. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പാരാമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്യാം, അത് ഭയങ്കര സിമ്പിൾ ആണ്. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന്റെ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 1.5 ആണ്, ക്ലാഡിങ്ങിന്റെ എന്ത് തന്നിട്ടുണ്ട് 1.45 ആണ്. എങ്കിൽ നിങ്ങളോട് ഇതിൽ കാണാൻ പറഞ്ഞത് ആദ്യം ന്യൂമറിക്കൽ അപ്പർച്ചർ കാണാം, ദെൻ ആക്സെപ്റ്റൻസ് ആംഗിൾ കാണുക എന്നുള്ളതാണ്. കാരണം ന്യൂമറിക്കൽ അപ്പർച്ചർ എൻ എ എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് ഓഫ് എൻ കോർ, കോർ സ്ക്വയർ മൈനസ് എൻ ക്ലാഡിങ് സ്ക്വയർ എന്നാ, അങ്ങനെയാണെ പറഞ്ഞോളൂ. റൂട്ട് ഓഫ് എൻ കോർ എത്രയാണ് ഇവിടെ വന്നത്, 1.5 സ്ക്വയർ മൈനസ് ക്ലാഡിങ് 4.5 സ്ക്വയർ. ദെൻ ഇതിന് സ്ക്വയർ എടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇതിന് സ്ക്വയർ ഒക്കെ എടുക്കാൻ നിങ്ങൾക്ക് അറിയാലോ അല്ലേ, കാൽക്കുലേറ്ററോ എനിക്ക് തോന്നുന്നത് PSC കാൽക്കുലേറ്റർ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല.
ദെൻ നോർമലി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വാല്യൂസ് ഒന്നും തരൂല. അപ്പം നിങ്ങൾക്ക് എന്താ പെർഫെക്റ്റ് ആയിട്ട് സ്ക്വയർ കിട്ടുന്നൊക്കെ തരും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിച്ച് ഇത് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാരണം മാത്തമാറ്റിക്കൽ ആണ്. എത്ര വാല്യൂ വരുന്നതെന്ന് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇനി തീറ്റ ആംഗിൾ ആക്സെപ്റ്റൻസ് ആംഗിൾ ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടിയ വാല്യൂവിന്റെ എന്താ സൈൻ ഇൻവേഴ്സ് എടുത്താൽ മതി. ഓക്കെ. അപ്പൊ നിങ്ങൾ എക്സാം ഈ PSC പോലുള്ള എക്സാമിനൊന്നും നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വാല്യൂസ് ഒന്നും തരൂല. പെർഫെക്റ്റ് ആയിട്ട് റൂട്ട് ഒക്കെ കിട്ടുന്ന, അതിന് സൈൻ ഇൻവേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന വാല്യൂസ് ഒക്കെ പെട്ടെന്ന് തരുള്ളൂ. പിന്നെ ഹയർ ഓർഡർ എക്സാംസിനോ മീൻസ് എൻട്രൻസ് ലെവൽ എക്സാംസിനൊക്കെ പോകുമ്പോഴാണ് അവിടെ കാൽക്കുലേറ്റർ അവൈലബിൾ ആണ്, ആ സിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനത്തെ വാല്യൂസ് ഒക്കെ തരും. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. പക്ഷെ ഈ ഇക്വേഷൻ നിങ്ങളെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്രോബ്ലം നിങ്ങൾക്ക് എപ്പോഴും എങ്ങനെയും നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. പ്രോബ്ലം ഇക്വേഷൻ മാത്രം പോരാ, അതിന്റെ ബിഹൈൻഡ് എന്ത് എന്നുള്ളതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇങ്ങനെയാണ് പ്രോബ്ലം ഉള്ളത്. ദെൻ ഇതിന്റെ സൊല്യൂഷൻ നിങ്ങളെ നോട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂടാതെ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ. ഇതാണ് ഒരു പ്രോബ്ലം ഉള്ളത്. ഇതുവരെ എടുത്തൊക്കെ ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് 2 ടൈപ്പ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഉണ്ട്. ആ ഒന്നാണ് എന്ത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഒന്ന് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറും ആണ്. അപ്പൊ ഒന്നാമത്താണ് എന്ത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. എന്താണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറഞ്ഞാല്, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി കോർ ഈസ് കോൺസ്റ്റന്റ്. അപ്പൊ നമ്മളൊരു സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആണ് എടുക്കുന്നതെങ്കിൽ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് മീൻസ് അത് ചേഞ്ച് ചെയ്യൂല. ആൻഡ് അബ്രപ്റ്റ്ലി ചേഞ്ച് അറ്റ് ദി ബൗണ്ടറി ബിറ്റ്വീൻ കോർ ആൻഡ് ദി ക്ലാഡിംഗ്. ഇനി ആ ബൗണ്ടറിന്റെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിലോ ക്ലാഡിങ്ങിന്റെ എന്തായാലും എന്താണ് വേറെ വാല്യൂ ആയിരിക്കും. അബ്രപ്റ്റ്ലി പെട്ടെന്ന് തന്നെ എന്ത് ചേഞ്ച് ചെയ്യും. അതിന്റെ മീനിങ് ഇത്രയാണ്, ക്ലാഡിങ്ങിന് എന്തായിരിക്കും വേറെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും എന്ന് മാത്രം. അപ്പൊ കോറിന്റെ നിങ്ങൾ ഓർത്ത് വെക്കുക, കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് ഏതായിരിക്കും, സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇനി ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ, ഇത് ഇമ്പോർട്ടന്റ് ആയി നിങ്ങളെ ഓർമ്മയിൽ വേണ്ടിയാണ്. ഇത് ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. N(r) എന്ന് പറയുന്നത് R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻ ആണ്. ഇതിപ്പോ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അങ്ങനെയാണ്. സോറി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ R എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ആക്സിസ് അല്ലെ. ആക്സിസ് എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കറക്റ്റ് സെന്ററിലൂടെയുള്ള വരയാണ്. അങ്ങനെയാണെങ്കിൽ R എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം ഒപ്റ്റിക്കൽ ആക്സിസ്, അതാണ് R എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ R. അപ്പൊ N(r) എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റ്, നമ്മൾ ഈ ഒപ്റ്റിക്കൽ ആക്സിസ് എന്നുള്ള ഏതെങ്കിലും ഒരു പോയിന്റ്, അത് അടിയിലേക്കോ മേലോട്ടോ അങ്ങനെ ആവട്ടെ, അതാണ് N(r) എന്ന് പറയുന്നത്. അപ്പൊ ഓരോ പോയിന്റുകളിലെന്ന് പറഞ്ഞാൽ N കോർ ആണ് എവിടെ വരെ വരിക, R ലെസ് ദാൻ A. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോറിന്റെ റേഡിയസ് ആണ് കേട്ടോ. കോറിന്റെ റേഡിയസിനാണ് A എന്ന് പറയുന്നത്. അവിടെ എഴുതിച്ചിട്ടുണ്ട്, വേർ A ഇസ് ദി റേഡിയസ് ഓഫ് ദി കോർ. അപ്പൊ കോർ റേഡിയസ് ആണ് A. അപ്പം ഈ R എന്നുള്ളത് ലെസ് ദാൻ A ആണെന്ന് പറഞ്ഞാൽ എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയൻ, അത് താഴോട്ടോ മേലോട്ടോ എടുത്താലും ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കോറിന്റെ ഉള്ളിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും, N കോർ ആയിരിക്കും. അത് കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും വരിക. ബട്ട് ജസ്റ്റ് ഇവിടെ നിങ്ങൾ കടന്നിട്ടുണ്ടെങ്കിൽ R ഗ്രേറ്റർ ദാൻ A ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാല്യൂ ചേഞ്ച് ചെയ്തു എന്താ വരിക, N ക്ലാഡിംഗ് ആയിട്ട് മാറും. ഇതിനാണ് എന്താ പറയുക, സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. അത് നോർമൽ നമ്മളിപ്പോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്ത തിയറിയിൽ പറഞ്ഞ ഫൈബർ ഒക്കെ ഏതാണ്, സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇതാണ് ഒരു ടൈപ്പ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉള്ളത്. കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു, ദെൻ ക്ലാഡിങ്ങിന്റെ നമ്മൾ ചേഞ്ച് ചെയ്യും. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറഞ്ഞാണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഇപ്പൊ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസം ഉള്ളത്, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി കോർ ഗ്രാജുവലി ഡിഗ്രീസ് ഫ്രം സെന്റർ ടുവാർഡ് ദി ക്ലാഡിംഗ്. അപ്പൊ ക്ലാഡിങ്ങിന്റെ അടുത്തേക്ക് നമ്മൾ പോകും തോറും ഈ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രാജുവലി ഡിഗ്രീസ് ചെയ്ത് വരും. ആ ഒരു സെറ്റപ്പിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ നമ്മൾ യൂസ് ചെയ്യും, ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ. ദ വേരിയേഷൻ ഓഫ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹെൽപ് ടു റെഡ്യൂസ് സിഗ്നൽ ഡിസ്റ്റോർഷൻ ആൻഡ് മോഡൽ ഡിസ്പേർഷൻ. അപ്പൊ അത് എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്തതെന്നുള്ളത്, ഒന്നാമത്തെ റീസൺ എന്താണ്, സിഗ്നൽ ഡിസ്റ്റോർഷൻസ്, അതായത് സിഗ്നലിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ അല്ലേ. ഓക്കെ, പറയൂ. ഇല്ല, അത് കേൾക്കാണ്ടായപ്പോ വിളിച്ചു. അപ്പം സിഗ്നൽ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ പ്രോപ്പർ അല്ലാതെയാണ് മൂവ് ചെയ്യുന്നത്. കാരണം ഡിസ്റ്റോർഷൻ ഒക്കെ ചെയ്യാനുള്ള കുറെ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ടാവും,
നമ്മുടെ മെറ്റീരിയലിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള കുറെ പാരാമീറ്റേഴ്സിനോട് ഡിസ്റ്റോർഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രാജുവലി ഡിഗ്രീസ് ചെയ്യുന്ന ഒരു മോഡൽ നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ മോഡൽ ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റ് ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അത് എന്ത് ചെയ്യുക, അതിന്റെ സൈഡിലേക്ക് ഡിസ്പേഴ്സ് ചെയ്ത് പോവുക. നമ്മൾ പറഞ്ഞിട്ട് ഒരു ലേസർ എന്ന് പറഞ്ഞ ഒരു മോണോക്രോമാറ്റിക് ആണ്, ഹൈലി പോയിന്റഡ് ആണ്, ഡയറക്ഷണൽ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ക്രിയേറ്റ്, അപ്പം ഡിസ്പേർഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ ഒക്കെ ചെയ്യുക, ഈ ലൈറ്റ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും സൈഡിലേക്ക്. ഹൈലി ഡയറക്ഷണൽ ആവില്ല, അത് സ്പ്രെഡ് ചെയ്യും. അതാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിസ്പേർഷൻ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഡിഗ്രീസ് ചെയ്ത് പോകുന്നത്. കാരണം ഡിഗ്രീസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറയാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇതിപ്പം ക്ലാഡിങ് ഞാൻ വരയ്ക്കുന്നില്ല, കോറ് വരച്ചാണ്. കോറ്, അപ്പം കോറിന്റെ സെന്റർ ആണ് ഇത്. കോറ് മാത്രമേ വരച്ചിട്ടുള്ളൂ എന്ന് ഓർക്കുക. ഇതാണ് ആക്സിസ്, ഏത് ഫൈബർ ഒപ്റ്റിക്സിന്റെ ഒപ്റ്റിക്കൽ ആക്സിസ് ആണിത്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു വരും. അപ്പൊ ഏറ്റവും കൂടുതൽ ഏകദേശം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവുക ഈ ഒരു റീജിയനിലാണ്, ഈ സ്മോൾ റീജിയനിലേക്ക്. മറ്റേടത്ത് കുറഞ്ഞു വരികയാണല്ലോ ചെയ്യുക. അപ്പൊ സ്മോൾ റീജിയനിലായതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ പോകുമ്പോഴേ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ ആണ്. അപ്പൊ ഈ ഒരു സ്മോൾ റീജിയനിൽ കൂടി എന്ത് ചെയ്യുള്ളൂ, ലൈറ്റ് നല്ല രീതിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ എന്ത് ചെയ്യൂല, മറ്റേടത്തേക്കുള്ള സ്പ്രെഡിങ് ഉണ്ടാവില്ല. കാരണം എന്താ, തൊട്ടടുത്ത് എത്തുമ്പോഴേക്ക് തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്തിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. സംഭവങ്ങൾ മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഒരു സ്മോൾ റീജിയനിൽ കൂടി ആയിരിക്കും എന്ത് ചെയ്യുക, ലൈറ്റ് എഫിഷ്യന്റ് ആയിട്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോയി ഈ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൽ. മറ്റൊരു ലാർജ് ഏരിയ കോറിൽ കൂടെ കംപ്ലീറ്റ് ആണ് പോവുക. ബട്ട് ഇൻ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ അത് സ്മോൾ റീജിയനിൽ കൺഫൈൻ ചെയ്ത് വെക്കും. അതിനെക്കൊണ്ട് ഡിസ്പേർഷനും വേറെ സിഗ്നൽ ഡിസ്റ്റോർഷനും ഔട്ട് സൈഡിൽ നിന്ന് വരുന്ന എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സേഫ് ആക്കി വെക്കാൻ പറ്റും. ഇതാണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിനെ കൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ലാർജ് കമ്മ്യൂണിക്കേഷൻ പർപ്പസിനും അല്ലെങ്കിൽ ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പർപ്പസിനൊക്കെ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ആണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലിന് എൻ ഓഫ് ആർ. ആർ എന്താന്ന് നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് സംഭവം. ആറ് എൻ കോർ ഇൻറ്റു 1 - 2 ഡെൽറ്റ ആർ ബൈ എ റൈസ് ടു ജി. അതില് എൻ കോർ എന്ന് പറഞ്ഞാൽ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്, റേഡിയസ് ഓഫ് ദി കോർ, കോറിന്റെ റേഡിയസ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്, കോറിന്റെ റേഡിയസ് ആണ്. ദെൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡിഫറൻസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബിറ്റ്വീൻ കോർ ആൻഡ് ക്ലാഡിംഗ്. അതായത് എൻ കോർ ബൈ എൻ ക്ലാഡിംഗ്. ഇതിനാണ് എന്താ പറയുക, ഡെൽറ്റ എന്ന് പറയാം കേട്ടോ. റിലേറ്റീവ് എന്താ പറയാ, ഡിഫറൻസ്, സോറി റിലേറ്റീവ് ഡിഫറൻസ് ആണ്, സോറി ഇത് റേഷ്യോ ആണ് എടുത്തത്. അപ്പൊ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എൻ കോർ മൈനസ് എൻ ക്ലാഡ്. എൻ കോർ ആണ്, കാരണം എൻ കോർ ആയിരിക്കും എപ്പോഴും കൂടുതൽ ഉണ്ടാവുക. ദെൻ ജി എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പ്രൊഫൈൽ പാരാമീറ്റർ വിച്ച് ഡിഫൈൻ ഹൗ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച്. ഈ ജി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ പാരാമീറ്റർ ആണ്. അത് ഇത് വെച്ച് ഈ ഒരു പാരാമീറ്ററിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, എത്ര ഡിസ്റ്റൻസ് എത്തുമ്പോഴാണ് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു വരുന്നത് എന്നുള്ളതാണ്. ഇത് മെറ്റീരിയൽ ഡിപ്പെൻഡ് ആയ ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പം ജി എന്നുള്ളതാണ് അതിലുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്തുകൊണ്ടാണ് കോറിൽ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രാജുവലി ഡിഗ്രീസ് ചെയ്യുന്ന ഒരു മോഡൽ നമ്മൾ ഡിസൈൻ ചെയ്തത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ല ഇത് വെച്ച് പ്രോബ്ലംസ് ഒന്നും ചോദിക്കൂല. ജസ്റ്റ് എന്താണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്ന് റിവൈസ് ചെയ്യാണ്, സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ ആണ്. ദാറ്റ്സ് എ നോൺ ലീനിയർ ഒപ്റ്റിക്കൽ ഫിനോമിന when two photons of same energy or same frequency passing through a non-linear optical property material, then we will get a photon or wave with twice the energy of the input photon. അപ്പം ഇതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ എന്ന് പറഞ്ഞത്. The two main important conditions for second harmonic generation, first one is matching, phase matching condition, and then second one is susceptibility of the material. Then നമ്മൾ ഡിസ്കസ് ചെയ്ത് വാട്ട് ഈസ് ദി
important real life applications of second harmonic generation. In laser ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ വന്നത് ഒപ്റ്റിക്കൽ ഫൈബർ എന്നുള്ള ഫീൽഡിലേക്കാണ്. ഒപ്റ്റിക്കൽ ഫൈബർ മെയിൻലി യൂസ്ഡ് ഫോർ ഇറ്റ്സ് എ കേബിൾ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ communication purpose. Mainly will be used the communication purpose, and the three important parts of the optical fiber: core, cladding, and outer shield, buffer shield എന്ന് പറയും. Then core high refractive index ആയിരിക്കും, cladding low refractive index ആയിരിക്കും, പിന്നെ buffer shield എന്ന് പറഞ്ഞാൽ just protect the optical fiber from the outside impacts. ഔട്ട്സൈഡ് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ പ്രഷർ വേരിയേഷൻ, ടെമ്പറേച്ചർ വേരിയേഷൻസ്, അല്ലെങ്കിൽ സം എന്താ പറയുക ഡാമേജസ് എക്സെട്ര. ദെൻ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പ്രിൻസിപ്പിൾ ആണ് ബിഹൈൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ, ദാറ്റ് ഈസ് എന്തായിരുന്നു, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, പിന്നീട് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ എന്ത് പറഞ്ഞു, ആക്സെപ്റ്റൻസ് ആംഗിളിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ന്യൂമറിക്കൽ അപ്പർച്ചറും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ രണ്ട് പാരാമീറ്റേഴ്സും, കാരണം ആ ഒരു പാരാമീറ്ററിന്റെ ബേസിലാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ ഡിസൈൻ ചെയ്യുന്നതും. നമ്മുടെ എല്ലാ ആപ്ലിക്കേഷൻസിനും ഒരുപോലെയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ മതിയാവില്ല. അപ്പൊ കണ്ടീഷൻസും സിറ്റുവേഷൻസും ഒക്കെ ബേസിൽ നമ്മൾ ഈ വാല്യൂസ് ആണ് ചേഞ്ച് ചെയ്യാണ് ചെയ്യുക. പിന്നെ അതുപോലെ മെറ്റീരിയൽ എടുക്കുന്നതിനനുസരിച്ചും ഈ വാല്യൂസ് ചേഞ്ച് ചെയ്യും. ഇപ്പൊ നമുക്ക് ഈസിലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഏത് ആംഗിളിലാണ് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്താൽ സ്യൂട്ടബിൾ ആയിട്ട് എഫിഷ്യന്റ്ലി നമുക്ക് അതിനെ പാസ് ചെയ്ത് പോകാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് രണ്ട് ടൈപ്പ് ഫൈബർ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. ഫസ്റ്റ് വൺ സ്റ്റെപ്പ് ഇൻഡെക്സ്, ദെൻ ഗ്രേഡ് ഇൻഡെക്സ്. സ്റ്റെപ്പ് ഇൻഡെക്സ് ആണെങ്കിൽ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ ഗ്രേഡ് ഇൻഡെക്സ് ആകുമ്പോൾ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യും, ക്ലാഡിങ്ങിന്റെ അടുത്തേക്ക് പോകും തോറും ഗ്രാജുവലി ഡിഗ്രീസ് ചെയ്ത് വരും. അതിന്റെ റിലേഷൻ ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ സിഗ്നൽ ഡിസ്റ്റോർഷനും മോഡൽ ഡിസ്പേർഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല എന്താണ്, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബേഴ്സ് ആണ്. ഓക്കെ ആണ് അത്രയും കാര്യങ്ങൾ? ഓക്കെ, സോ ഇന്ന് ഇത്രയാണ് എടുക്കുന്നത്. അപ്പൊ ഇത് വായിക്കാം, ദെൻ എക്സാം അറ്റൻഡ് ചെയ്യട്ടോ. നമുക്ക് ഒരൊറ്റ ക്ലാസ് കൂടെ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി നമ്മുടെ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നമുക്കൊരു പ്രീവിയസ് ഇയർ ഡിസ്കഷനും കൂടി ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൂടെ ചെയ്താൽ നമുക്ക് ഈ മൊഡ്യൂൾ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു. താങ്ക് യു സർ.